ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വന്നിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു, ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ +1 ക്ലാസ് ഇടുമോ എന്നുള്ളത്. ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ക്ലാസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം തീരെ കിട്ടാത്തൊരു ക്ലാസ്സാണെന്ന് തോന്നുന്നു ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഗാന്ധിയൻ സ്റ്റഡീസ് +1 തുടങ്ങാം അല്ലേ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് അധികം സമയമില്ല എന്നറിയാം. അപ്പം നമുക്കൊരു 8 മാർക്കിന് ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ നോക്കിയപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ അക്ഷരകൈരളിയിൽ നമുക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ മുന്നേ ഉള്ള നോക്കിയിട്ട് അതിൽ ഇപ്രാവശ്യത്തെ 2026 അക്ഷരകൈരളിയിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് നോക്കാം. 3 ഉണ്ട്, അതിൽ ആദ്യം ഒരെണ്ണം നോക്കാം. ഇതിൽ 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30ാമത്തേതാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ മേജർ എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പ്രധാന സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മളോട് എഴുതാൻ ചോദിച്ചത്? സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ചാണ് അല്ലേ. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഗാന്ധിജി ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, മികച്ച സാമൂഹിക പരിഷ്കർത്താവും സാമ്പത്തിക ചിന്തകനുമായിരുന്നു കേട്ടോ. മനുഷ്യൻ്റെ ക്ഷേമം, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത, ധാർമ്മികത ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രാമങ്ങളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ വികസനമെന്നും എല്ലാവർക്കും തൊഴിലും മാന്യമായ ജീവിതവും ഉറപ്പാക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്ക് ആവശ്യമെന്നും ആര് വിശ്വസിച്ചു? ഗാന്ധിജി വിശ്വസിച്ചു. അപ്പം നമ്മളിത് ഒരു എസ്സേക്ക് എഴുതുന്ന സമയത്ത് ഒരു ആമുഖം കൊടുക്കണം അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ഒരു ഇൻട്രൊഡക്ഷൻ ഓർ ഒരു ആമുഖം കൊടുക്കണം. ആ ആമുഖത്തിൽ നമുക്ക് എന്ത് പറയാം? മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, അദ്ദേഹം മികച്ച സാമൂഹിക പരിഷ്കർത്താവും സാമ്പത്തിക ചിന്തകനുമായിരുന്നു. മനുഷ്യൻ്റെ ക്ഷേമം, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത, ധാർമ്മികത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാമങ്ങളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ വികസനമെന്നും എല്ലാവർക്കും തൊഴിലും മാന്യമായ ജീവിതവും ഉറപ്പാക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്ക് ആവശ്യമെന്നും ഗാന്ധിജി വിശ്വസിച്ചു. ഇതെന്ത് വെച്ചാൽ ഇത് ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം. ആദ്യത്തെ ഒരെണ്ണമാണ് ധനതത്വശാസ്ത്രവും ധാർമ്മികതയും. ധനതത്വശാസ്ത്രവും ധാർമ്മികതയും മാതൃകാപരമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സദാചാരത്തെ അല്ലെങ്കിൽ ധാർമ്മികതയെ അംഗീകരിക്കാത്ത എല്ലാ ധനശാസ്ത്ര ചിന്തകളെയും ഗാന്ധിജി നിരാകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നത് അധാർമികമാണ്. പാവപ്പെട്ട ആൾക്കാർ ചൂഷണം ചെയ്യുന്നത് എന്താണ്? ധാർമ്മികമാണോ? അല്ല, അധാർമികമാണ്. ശരിയായ സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നും സകലർക്കും നന്മ വരുത്തുക എന്നതാണ് ശരിയായ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരുടെ സന്മാർഗിക ക്ഷേമത്തെ മുറിവേൽപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെ ഗാന്ധിജി എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളുടെ ഉറവിടങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ധാരണയനുസരിച്ചുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല ആര്? ഗാന്ധിജി എന്ന് പറയണത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, ചിന്തകളിലൂടെ, പിന്നെ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല ഗാന്ധിജി കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓരോ സാമ്പത്തിക ആശയങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും പിന്നെ ഈ ചിന്തകളിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക ആശയങ്ങൾ രൂപീകരിച്ചെടുത്തത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ രൂപീകരിക്കുന്നതിൽ നിരവധി ഉറവിടങ്ങളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിന്ദുമതം. ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിന് പാശ്ചാത്യ ചിന്തകന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണം, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ. ഇതിപ്പം ഞാൻ പറഞ്ഞ ഈ വേർഡ്സ് ഇല്ലേ, അത് 172ാമത്തെ പേജിലുള്ളതാണ്. പിന്നെ ഉള്ളതൊക്കെ ഞാൻ വേറെ പുറത്തുനിന്ന് എടുത്തിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഡീറ്റെയിൽസാണ്. പിന്നെ ഓരോന്നും ഞാൻ പറയുന്ന സമയത്ത് പേജ് നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്തകളാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തേതാണ് ധനതത്വശാസ്ത്രവും ധാർമ്മികതയും, എക്കണോമിക്സ് ആൻഡ് എത്തിക്സ് എന്ന് പറയും കേട്ടോ. 178 പേജിലാണ്, 178 പേജിൽ ധനതത്വശാസ്ത്രവും ധാർമ്മികതയും. ഇതിൽ ഗാന്ധിജി പറയുന്നുണ്ട്, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നത് അധാർമികമാണ്. ശരിയായ സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. സകലർക്കും നന്മ വരുത്തുക എന്നതാണ് ശരിയായ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയണത്. അതുപോലെ തന്നെ ലാഭം എന്ന ഒറ്റ വാക്കിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ചുരുക്കുന്ന ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നീതിയില്ലായ്മയെ ഗാന്ധിജി വിമർശിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയാണെന്നും അതിലൂടെ ആത്മീയ ഉന്നതിയിലെത്താമെന്നും ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ തൻ്റെ മതപരവും ആധ്യാത്മികവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ തുടർച്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മനുഷ്യൻ എന്ന ആശയത്തെ ഗാന്ധിജി എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഈ ആശയം മനുഷ്യനെ ഭൗതികതയ്ക്ക് അടിമപ്പെടുത്തുമെന്ന് ഗാന്ധിജി ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക അസ്തിത്വത്തിനപ്പുറമായിട്ട് മനുഷ്യന് ആത്മീയ അസ്തിത്വമാണ് ഉള്ളതെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രത്തെ സദാചാരത്തിൽ നിന്ന് ധാർമ്മികതയിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ധനതത്വശാസ്ത്രവും ധാർമ്മികതയും അല്ലെങ്കിൽ എക്കണോമിക്സ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഒരു ആശയമാണ് ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും. ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും. ഇതിൽ ഗാന്ധിജി പറയണത് ആവശ്യങ്ങളെയും അഭിലാഷങ്ങളെയും വ്യക്തമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട് കേട്ടോ. ജൈവികമായി തന്നെ നമ്മളിൽ മുദ്രണം ചെയ്യപ്പെട്ടവയാണ് ആവശ്യങ്ങൾ. നമുക്ക് ജൈവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ് എന്ത്, ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാലോ അത് കൃത്യമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വിശക്കുമ്പോൾ ആഹാരം വേണമെന്നത് എന്താണ്, മനുഷ്യൻ്റെ ആവശ്യമാണ്. എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് ആഹാരം വേണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എന്നാൽ എനിക്ക് വിശക്കുമ്പോൾ ബിരിയാണി തന്നെ വേണം എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ അതെൻ്റെ അഭിലാഷമാണ്. ഇതുകൂടാതെ ഗാന്ധിജി പറയുന്നൊരു കാര്യമുണ്ട്, നാം എപ്പോഴും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളെ പറ്റി ബോധവാന്മാരല്ല. പലപ്പോഴും നാം അനുചിതമായി നമ്മുടെ അഭിലാഷങ്ങളെ ഇരട്ടിപ്പിക്കുന്നു. തന്മൂലം അബോധമായി നാം നമ്മളെ തന്നെ കൊള്ളയടിക്കുകയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മൂപ്പര് പറഞ്ഞത് എന്താണ്, അഭിലാഷങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ടോ ആണ് അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ട് ഒരിക്കലും ബോധവാന്മാരല്ല. നമ്മളെപ്പോഴും എന്താ ആലോചിക്കുക, നമുക്ക് അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇരട്ടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെയാണ് കൊള്ളയടിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതലേ ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്ന ആശയം മനുഷ്യനെ വിട്ടു പിരിയുന്നതായിട്ടാണ് ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടല്ലോ, നിയന്ത്രിത ഉപഭോഗത്തിനാണ് ഗാന്ധിജി പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ആവശ്യങ്ങളായിരിക്കണം ഉപഭോഗത്തെ നിർണ്ണയിക്കേണ്ടത്, അല്ലാതെ അഭിലാഷങ്ങളായിരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഗാന്ധിയൻ സമൂഹത്തെ ആവശ്യപൂർണ്ണ സമൂഹം എന്നാണ് വിളിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അഭിലാഷങ്ങളുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് ആ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അഭിലാഷങ്ങൾക്കോ ആത്മനിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ഒന്നുകൂടി പറയാം, നമ്മുടെ അഭിലാഷങ്ങൾക്ക് ആത്മനിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ലളിത ജീവിതം ഉയർന്ന ചിന്താഗതി എന്ന ഗാന്ധിയൻ സാമ്പത്തിക ആശയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലളിത ജീവിതം ഉയർന്ന ചിന്താഗതി എന്ന ഗാന്ധിയൻ സാമ്പത്തിക ആശയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് കേട്ടോ. 1, ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ കഴിയണം. 2, അഭിലാഷങ്ങൾ അഥവാ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. 3, ആഗ്രഹങ്ങളെ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ആഗ്രഹങ്ങളുടെ പുറകെ പായുമ്പോൾ നാം ഭോഗാസ്തരാകുന്നു. എന്താണ് ഈ ഭോഗാസ്തർ എന്ന് പറഞ്ഞാൽ? ഭോഗസുഖത്തിലും ആഡംബര ജീവിതത്തിലും അമിതമായ താല്പര്യമുള്ള ആൾക്കാരെയാണ് ഭോഗാസ്തർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളെ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ആഗ്രഹങ്ങളെ പുറകെ പായുമ്പോൾ നമ്മൾ ആരാവും? ഭോഗാസ്തരായി മാറുന്നു. അടുത്തതാണ്, എല്ലാവർക്കും ആവശ്യത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കുവാനുമുള്ള നല്ല വിദ്യാഭ്യാസം നേടാനുള്ള വക ഭൂമിയിലുണ്ട്.
അഞ്ചാമത്തത്, മനുഷ്യൻ്റെ അത്യാർത്തിയാണ് എല്ലാ ദുരിതങ്ങൾക്കും ദാരിദ്ര്യത്തിനും കാരണം. മനുഷ്യ ശരീരം സേവനത്തിനുള്ളതാണ്, ആസ്തിപൂരണത്തിനുള്ളതല്ല. പിന്നെ ഏഴാമത്തത്, സുഖജീവിതത്തിൻ്റെ രഹസ്യം ത്യാഗമാണ്. ത്യാഗമാണ് ജീവിതം, ആസ്തി മരണവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ സാമ്പത്തിക ആശയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഏതിലാണ് പറഞ്ഞത്? ഗാന്ധിജിയുടെ പ്രധാന സാമ്പത്തിക ആശയങ്ങളിലൊന്നായിട്ടുള്ള ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും, അതിലാണ് ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കേട്ടോ. ഇനി മൂന്നാമത്തതാണ് ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം. ബ്രെഡ് ലേബർ എന്ന് പറയും കേട്ടോ. ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം. ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയും വിയർപ്പൊഴുക്കി ആഹാരത്തിനുള്ള വക നേടണമെന്നാണ് ഈ ഒരു ആശയത്തിൽ ഗാന്ധിജി പറയുന്നത്. ആഹാരത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ജോലി ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നവർ മോഷ്ടാക്കളാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വന്തം ആഹാരത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന രീതി നിലവിൽ വരുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമാകും. ആഹാര രീതി ലളിതമാവുകയും ജീവിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുന്ന അവസ്ഥ നിലവിൽ വരികയും ചെയ്യും. അത്തരം അധ്വാനത്തിൽ നിന്ന് വലുതായ ആനന്ദം ലഭിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആരോഗ്യമുള്ള അതേസമയം സത്യസന്ധമായി ജോലി ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരാൾക്ക് വെറുതെ ഭക്ഷണം നൽകുന്നത് കുറ്റകരമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അഭിപ്രായം. എന്നാൽ ജോലി ചെയ്യാൻ കഴിവില്ലാത്ത വികലാംഗരെയും രോഗികളെയും സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്നും ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നുണ്ടല്ലോ, സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടാണ് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തെ ഗാന്ധിജി കാണുന്നത്. സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടാണ് എന്ത് കണ്ടിട്ടുള്ളത്? ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തെ ഗാന്ധിജി കാണുന്നത്. ഭാരതീയ ദർശനമായിട്ടുള്ള ധർമ്മമാണ് ഈ സാമ്പത്തിക ആശയത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് സ്വദേശി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സ്വദേശി ഗാന്ധിയൻ പ്രവർത്തന പദ്ധതിയിലെ പ്രധാന ആശയമാണ് സ്വദേശി എന്ന് പറയുന്നത്. സ്വദേശി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സ്വന്തം ദേശം എന്നാണ്. പക്ഷെ ഗാന്ധിജി ഇതിനെ ജീവിതത്തിൻ്റെ പൂർണ്ണ തത്വശാസ്ത്രപരമായിട്ട് വികസിപ്പിച്ചു. ഗാന്ധിജി സ്വദേശിയെ എങ്ങനെയാണ് നിർവചിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ സമീപത്തുള്ള സാധനങ്ങളും സേവനങ്ങളും പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് സ്വദേശി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിദൂര ദേശത്തെ ആശ്രയിക്കുന്നതിൽ നിന്നുള്ള മോചനമാണിത്. ഇതാണ് ഗാന്ധിജി എന്തിനെക്കുറിച്ച് പറഞ്ഞത്? സ്വദേശിയെ നിർവചിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വദേശിയുടെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പേജ് നമ്പർ 183 പറയുന്നുണ്ട് കേട്ടോ സ്വദേശിയുടെ പ്രധാന ഘടകങ്ങളെന്ന്. ബാഹ്യ സഹായം കൂടാതെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഓരോ സമൂഹത്തിനും ശേഷിയുണ്ട്. രണ്ടാമത്തത്, അകലെയുള്ള അയൽക്കാരനേക്കാൾ അടുത്തുള്ള അയൽക്കാരൻ്റെ സാധനങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കണം. മൂന്നാമത്തത്, സ്വദേശി സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും അവൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരം ലഭിക്കുന്നു. ഇനി നാലാമത്തത്, അഹിംസാത്മകവും ചൂഷണ വിമുക്തവുമായിട്ടുള്ള സമൂഹമാണ് സ്വദേശി ലക്ഷ്യം വെക്കുന്നത്. 5, സ്വദേശി സമൂഹത്തിൽ ഒരു വ്യക്തി ഉപഭോക്താവ് എന്ന നിലയിൽ അവൻ്റെ അഭിലാഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അടുത്തത്, പ്രാദേശിക വിഭവങ്ങളുടെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുന്നു. സ്വദേശി സമൂഹത്തിൽ ഉപഭോക്താവ് തൻ്റെ അയൽക്കാരനായ ഉൽപ്പാദകനോട് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് സഹകരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് 8ാമത്തേത്, കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള സാമ്പത്തികാധിനിവേശത്തെ ചെറുക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ഏത്? സ്വദേശി എന്ന് പറഞ്ഞാൽ. സ്വദേശി പ്രസ്ഥാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗാന്ധിജിയുടെ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റുകളാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിലൂടെ. ഇനി ഗാന്ധിജിയുടെ 5ാമത്തെ ഒരു പ്രധാന സാമ്പത്തികാശയമാണ് ഖാദി. ഖാദി കേട്ടോ. ഗാന്ധിയൻ സങ്കല്പമായിട്ടുള്ള ഖാദി എന്ന് പറയുന്നത് വെറും ഒരു കഷ്ണം വസ്ത്രമല്ല, ഒരാശയത്തിൻ്റെ ഭൗതിക സാക്ഷാത്കാരമാണ് ഖാദി എന്ന് പറയുന്നത് കേട്ടോ. ഖാദി എന്നത് കോളനി ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം മാത്രമല്ല, മറിച്ച് സ്വയം പര്യാപ്തത, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ആധ്യാത്മിക എളിമ, ധാർമ്മിക വിശുദ്ധി, ദേശീയ ഐക്യം, മതസൗഹാർദ്ദം, സാമൂഹിക സമത്വം, തൊട്ടുകൂടായ്മയുടെ അന്ത്യം, എല്ലാത്തിലും ഉപരിയായിട്ട് അഹിംസയുടെ പ്രതീകവുമാണ് എന്ത്? ഖാദി എന്ന് പറയുന്നത്. ഗാന്ധിജി നിർദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണ പരിപാടികളിലില്ലേ, അതായത് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയും, ഗാന്ധിജി നിർദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണ പരിപാടികൾ,
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖാദി എന്ന് പറയുന്നത്. 1918 ഗാന്ധിജി ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ. ഇന്ത്യയിലെ ദരിദ്ര ജനകോടികൾക്ക് ആശ്വാസം നൽകുന്ന ഉപകരണമായിട്ടാണ് ഖാദിയെ ഗാന്ധിജി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെയും പിന്നോക്ക അവസ്ഥയുടെയും പ്രതീകമായിരുന്ന ഖാദിയെ ഗാന്ധിജി സ്വാശ്രയത്തിൻ്റെയും അഹിംസയുടെയും പ്രതീകമായിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖാദി സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനം വിപണിക്ക് വേണ്ടിയല്ല, മറിച്ച് ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൃഹത് ഉൽപാദനമല്ല, മറിച്ച് ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉൽപാദനമാണ് ഗാന്ധിജി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഖാദിയെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമാക്കിയിട്ട് ഗാന്ധിജി പ്രതിഷ്ഠിച്ചത്. ഈ ഖാദി ഉണ്ടല്ലോ, ഖാദി എന്തൊക്കെ കാര്യത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം, തൊഴിലിൻ്റെ അന്തസ്സ്, തൊഴിലിൻ്റെ സാധ്യത എന്നിവ ഉറപ്പുവരുത്തുന്നു. രണ്ടാമത്തത് പ്രാദേശിക വിഭവങ്ങളുടെയും മനുഷ്യശേഷികളുടെയും പരമാവധി ഉപയോഗം. 3 സ്വയം ചലിക്കുന്നതും സ്വയം പര്യാപ്തവും സ്ഥായിയുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക. ഇതാണ് ഖാദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ. ഇനി വസ്ത്രനിർമ്മാണം കുടിൽ വ്യവസായമായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഗാന്ധിജി 1924 എഴുതിയത് ജസ്റ്റ് ഒന്ന് കുറച്ച് പോയിന്റ് മാത്രം പറയാം കേട്ടോ. 1, തൊഴിലില്ലാതെ വെറുതെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ഉടൻ തൊഴിൽ പ്രദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ആ പ്രവൃത്തി നിശ്ചയമുണ്ട്. പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. വലിയ മൂലധനത്തിൻ്റെ ആവശ്യമില്ല. ചർക്ക എന്നത് വില കുറച്ചും എളുപ്പമായി ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ജനങ്ങൾക്ക് ഈ ജോലിയോട് വൈമുഖ്യമില്ല. വിദേശ വസ്ത്രങ്ങൾ വാങ്ങുന്നത് വഴി ഇന്ത്യയിൽ നിന്നും പുറത്തേക്കുള്ള ധനത്തിൻ്റെ ഒഴുക്ക് തടയാൻ അതിന് കഴിയുന്നു. ദൗർലഭ്യതയുടെ കാലത്തും ക്ഷാമക്കാലത്തും അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ഇതൊക്കെ ഈ ഖാദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രനിർമ്മാണ കുടിൽ വ്യവസായമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യകതയെ പറ്റിയിട്ട് ഗാന്ധിജി 1924 എഴുതിയതാണ്. ഇനി നമ്മൾ 6ാമത്തെ നോക്കാം. സാമ്പത്തിക ആശയത്തിൽ 6ാമത്തത് യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും. ഖാദിയിലൂടെയും ഗ്രാമവ്യവസായങ്ങളിലൂടെയും ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുവാൻ യന്ത്രങ്ങളുടെ ഉചിതമായ ആവശ്യമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് വ്യവസായവൽക്കരണം വമ്പിച്ച തോതിലാകുമ്പോൾ സ്വാഭാവികമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ചൂഷണം ഉടലെടുക്കുന്നുണ്ട്. മത്സരവും വിപണികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമവും ഉണ്ടാകുമ്പോൾ ഗ്രാമവാസികളാണ് എപ്പോഴും ചൂഷണത്തിന് ഇരയാവുക. ദാരിദ്ര്യം മാറുന്നതിന് വ്യവസായവൽക്കരണത്തെ ഗാന്ധിജി പ്രതിവിധിയായിട്ടൊന്നും കാണുന്നില്ല. ഇനി 8ാമത്തതാണ് സാമ്പത്തിക സമത്വം. ഈ സാമ്പത്തിക സമത്വം എന്നുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് എല്ലാവർക്കും തുല്യമായ തുക ഉണ്ടാവുക എന്നതല്ല, മറിച്ച് ഓരോരുത്തർക്കും ആവശ്യത്തിന് വക കിട്ടണം എന്നുള്ളതാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സാമ്പത്തിക സമത്വത്തെക്കുറിച്ചുള്ള ഗാന്ധിയൻ ആശയങ്ങൾ ഏതാന്ന് നോക്കുക. തുല്യമായ വിതരണം നടപ്പിൽ വരുത്തുക. അസാധ്യമായതിനാൽ നീതിയുക്തമായ വിതരണം നടപ്പിൽ വരുത്താനാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും അവനവന് അനിവാര്യമായവ നേടിയെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ധനം കുന്നുകൂട്ടുന്നതിന് പകരം അവരുടെ കഴിവ് രാജ്യസേവനത്തിനായി ഉപയോഗിക്കണം. പരസ്പര സഹകരണത്തിലൂടെ മത്സരവും വിദ്വേഷവും ഒഴിവാക്കണം. ഇതൊക്കെയാണ് സാമ്പത്തിക സമത്വത്തെ കുറിച്ചിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ സിമ്പിളായിട്ടൊന്നും കൂടി പറഞ്ഞു തരാം, ഒരു ആമുഖമൊക്കെ വെച്ചിട്ട് എങ്ങനെ ജസ്റ്റ് എഴുതണം എന്നുള്ളത്. അപ്പം ഗാന്ധിജിയുടെ പ്രധാന സാമ്പത്തിക ആശയങ്ങൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു ആമുഖം കൊടുക്കണ്ടേ. അപ്പം മഹാത്മാഗാന്ധി രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മികച്ച സാമ്പത്തിക ചിന്തകൻ കൂടിയായിരുന്നു. ധാർമ്മികത, സമത്വം, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. മനുഷ്യൻ്റെ ക്ഷേമവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. ഇങ്ങനെ ഒരു ആമുഖം കൊടുക്കാം, എന്നിട്ട് നമ്മൾ പറഞ്ഞ ഓരോന്നും കൊടുക്കുക. അപ്പം ധനതത്വശാസ്ത്രവും ധാർമ്മികതയും എന്ന് കൊടുത്തിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അന്യായമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നത് അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. സത്യവും നീതിയും പാലിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് ഗുണകരമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതാണ് ധനതത്വശാസ്ത്രവും ധാർമ്മികതയും എന്നുള്ളതിൽ കേട്ടോ. ഇനി 2ാമത്തതാണ് എന്തായിരുന്നു? ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും അല്ലായിരുന്നോ? അപ്പോൾ ഈ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയിലും അദ്ദേഹം പറയണത്
ആഡംബര ജീവിതം മനുഷ്യനെ യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് അകറ്റുമെന്ന് ഗാന്ധിജി കരുതി. അതുകൊണ്ട് ലളിതമായി ജീവിക്കുകയും ഉയർന്ന ആശയങ്ങൾ പിന്തുടരുകയും വേണമെന്ന് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നേ. ആവശ്യത്തിന് മാത്രം ഉപഭോഗം നടത്തുന്നതാണ് നല്ല ജീവിതമെന്നും ഗാന്ധിജി പറഞ്ഞു. ഇനി മൂന്നാമത്തത് ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം, ബ്രെഡ് ലേബർ എന്ന് പറയില്ലേ. അതായത് ഓരോ വ്യക്തിയും സ്വന്തം ആഹാരത്തിനായി ശാരീരികമായി അധ്വാനിക്കണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അധ്വാനത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഏറ്റവും മഹത്തായത്. അധ്വാനത്തിന് മാന്യത നൽകുന്ന ഈ ആശയം സാമൂഹിക സമത്വത്തിനും സഹായകമാണ്. ഇനി നാലാമത്തെ ഖാദിയല്ലേ. ഗാന്ധിയൻ സാമ്പത്തിക ചിന്തയുടെ പ്രധാന പ്രതീകമാണ് കേട്ടോ. ഖാദിയുടെ ഉപയോഗം ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിൽ നൽകുകയും രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചർക്കയും ഖാദിയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറുന്നത്. ഇനി അഞ്ചാമത്തതാണ് സ്വദേശി. സ്വദേശത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും പ്രാദേശിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സ്വദേശി ആശയം എന്നത്. ഇതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്ന് ആര് വിശ്വസിച്ചു? ഗാന്ധിജി വിശ്വസിച്ചു. ഇനി ആറാമത്തതാണ് യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും. അമിതമായ യന്ത്രവൽക്കരണവും കേന്ദ്രീകൃത വ്യവസായവൽക്കരണവും തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുമെന്ന് ഗാന്ധിജി കരുതി. എന്നാൽ മനുഷ്യൻ്റെ അധ്വാനത്തെ സഹായിക്കുന്നതും പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള യന്ത്രങ്ങൾ അദ്ദേഹം പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടില്ല? എതിർത്തിരുന്നില്ല. ഇനി ഏഴാമത്തെ സാമ്പത്തിക സമത്വം. സമൂഹത്തിലെ സമ്പത്ത് കുറച്ചാളുകളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാവർക്കും നീതിപൂർവ്വം ലഭിക്കണമെന്നതാണ് ഗാന്ധിജിയുടെ ആശയം കേട്ടോ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ എഴുതി കഴിഞ്ഞിട്ട് ഉപസംഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനായിട്ട് എഴുതാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ മനുഷ്യകേന്ദ്രിതവും ധാർമ്മികതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ലളിത ജീവിതം, സ്വദേശി, ഖാദി, അധ്വാനത്തിൻ്റെ മഹത്വം, സാമ്പത്തിക സമത്വം തുടങ്ങിയ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. സമത്വവും സാമൂഹിക നീതിയും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്ന ഒരു നല്ല സമൂഹം രൂപപ്പെടുത്താൻ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകൾക്ക് ഇന്നും മാർഗദർശനമാണ്. ഇങ്ങനെ ഒരു കൺക്ലൂഷനും ഇതിന് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമസ്വരാജൊക്കെ എഴുതാം കേട്ടോ. വില്ലേജ് സ്വരാജ്, അതായത് ഓരോ ഗ്രാമവും സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തമാകണം, ഗ്രാമ വ്യവസായങ്ങൾക്കും കൃഷിക്കും പ്രാധാന്യം നൽകണം എന്നുള്ളതും. പിന്നെ അതേപോലെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതാം. സമ്പന്നർ അവരുടെ സമ്പത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം, സമ്പത്തിന് സാമൂഹിക ഉത്തരവാദിത്തമുണ്ടെന്ന് ഗാന്ധിജി വിശ്വസിച്ചതാണ് എന്ത് ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മഹാത്മാഗാന്ധിയുടെ പ്രധാന സാമ്പത്തിക ആശയങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കമൻസിൽ ഞാൻ കണ്ടു ഗാന്ധിയൻ സ്റ്റഡീസ് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ടിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരുപാട് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക്